നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. ഇന്ന് ട്രംപിൻ്റെ ഒരു ഉഗ്രൻ പ്രഖ്യാപനം. ഗാസ മുനമ്പ് അമേരിക്ക ഇങ്ങെടുക്കുന്നുവെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനെ ഒപ്പം നിർത്തി വാഷിങ്ടണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇക്കുറി ട്രംപ് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം പറയുന്ന ഒരു പ്രത്യേകത ആ മാധ്യമ സമ്മേളനത്തിനുണ്ട്. ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം ഇപ്പോൾ ഇസ്രായേലിൽ വലിയ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഒരു പൂവ് ചോദിച്ച് അമേരിക്കയിലെത്തിയപ്പോൾ ഒരു പൂക്കാലം തന്നെ ട്രംപ് സമ്മാനിക്കുന്നു. മറുവശത്ത് ഇന്ന് നെതന്യാഹുവിൻ്റെ മുഖത്ത് തെളിഞ്ഞ ഒരു ആത്മവിശ്വാസം. നിരന്തര രോഗങ്ങൾ വേട്ടയാടിയിരുന്ന 2 സർജറികളിലൂടെ കടന്നുപോയ നെതന്യാഹു ഏറ്റവും ഒടുവിൽ വളരെ ദുർബലനായി വിമാനത്തിലേക്ക് കയറുന്നതും അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതുമൊക്കെ കണ്ടു. പക്ഷേ ഓവൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും മുഖത്ത് പുതിയൊരു യുദ്ധം തുടങ്ങിയ ആ ഒരു പൗരുഷഭാവം. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് ഇനി ഗാസയെ മറ്റൊരു തലത്തിലെത്തിക്കും എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം, അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും? എന്താണ് ട്രംപ് ഉന്നം വയ്ക്കുന്നത്? ഗാസയെ പൂർണ്ണമായി ഉടച്ചു വാർക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ട്രംപും നെതന്യാഹുവും. ഉടച്ചു എന്നത് കറക്റ്റാണ്. വാർക്കാൻ സാധിക്കുമോ, അതെങ്ങനെ സാധിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. ഒരു കാര്യം നിശ്ചയം, ട്രംപ് ഈസ് ട്രൈങ് ടു ഗിവ് എ മെസ്സേജ് ടു ദ വേൾഡ്. നെതന്യാഹു ആണ് ലോക നേതാക്കളിൽ ട്രംപിൻ്റെ സ്ഥാനാരോഹണം കഴിഞ്ഞതിന് ശേഷം ആദ്യം അമേരിക്ക സന്ദർശിക്കുന്ന നേതാവ്. അപ്പോൾ തന്നെ ലോകത്തോടായി പറയുകയാണ്, ഞങ്ങൾക്ക് ഇസ്രായേലിനെ വിട്ടൊരു കളിയില്ല. ഇസ്രായേൽ ആഗ്രഹിച്ചതെന്തോ അതാണ് ഈ പൂക്കാലം കൊടുത്തുവെന്ന് സാറ് പറഞ്ഞത്. എന്താണോ ചോദിച്ചത്, ഞങ്ങൾക്ക് സുരക്ഷ ആവശ്യമാണ്, എന്നും യുദ്ധം ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാവില്ല, അതുകൊണ്ട് സിറിയയുടെ കാര്യം ഒരു വഴിയായി. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഹിസ്ബുള്ളയുടെ കൺട്രോളിലുള്ള ചില പ്രദേശങ്ങൾ. അവരും സാമാന്യം ശാന്തരാണിപ്പോൾ. എന്നാൽ പെരനിയൽ പ്രോബ്ലമാണ് ഗാസ. അപ്പോൾ അതിനൊരു പരിഹാരം വേണം. ഒറ്റ പരിഹാരമേ ഉള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന് എല്ലാത്തിനും ഉത്തരവുണ്ടല്ലോ. ഒന്നിനും ഉത്തരം ഇല്ലാതെ പുള്ളി ബുദ്ധിമുട്ടാറില്ല. എന്തിനും ഉത്തരവുണ്ട്, ഞൊടിയിടയിൽ ഉത്തരവുണ്ട്. അതാണ്, നിങ്ങൾ അത് പുനഃസൃഷ്ടിക്കണമെങ്കിൽ 350 വർഷമെടുക്കും, എന്നാൽ ഞങ്ങൾക്ക് അത് സാധിക്കും. ഐക്യരാഷ്ട്ര സംഘടനയുടെ പല്ലും നാഖവും കൊഴിഞ്ഞു കഴിയും. അതുകൊണ്ട് ഇനിയും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആകട്ടെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലാകട്ടെ, മറ്റ് UN കൺസ്ട്രക്ഷൻ എഫേർട്ട് ആകട്ടെ, അതിനൊന്നും ചെയ്യാനാവില്ല. ഞങ്ങൾ ചെയ്തു തരാം. ഗാസയുടെ പുനഃസൃഷ്ടി, അത് വെടിനിർത്തലിൻ്റെ 3ാം ഘട്ടത്തിലാണ്. ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിന് ഞങ്ങൾ തയ്യാറാണ്. ഇസ്രായേൽ തയ്യാറാണെങ്കിലും ലോകരാജ്യങ്ങൾ തയ്യാറാണെങ്കിലും അതവിടെ നിൽക്കട്ടെ, അമേരിക്ക തയ്യാറാണ്. അതിനുവേണ്ടി തൽക്കാലം ഈ സ്ഥലം ഒന്ന് ഒഴിഞ്ഞു തരണം. ഇത് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു വെച്ചു, പക്ഷേ ഇത്രയും കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കൃത്യമായി പറയുന്നു, നിങ്ങൾ ഒഴിഞ്ഞു പോകണം. 2 സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഒന്ന്, തൊട്ട് തെക്ക് രാജ്യമായ ഈജിപ്റ്റ്, റഫ അതിർത്തി കടന്നങ്ങോട്ട് പോവുക. നെജേവ് ഡെസേർട്ട്, സൈനായ് മരുഭൂമി, ഇതൊക്കെ കടന്നങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈജിപ്റ്റാണ്. അവിടെ താമസിച്ചോളൂ. പിന്നെ 2 ജോർദാൻ നദി കടന്നാൽ അപ്പുറത്ത് ജോർദാൻ എന്ന രാജ്യം. ഈ 2 രാജ്യങ്ങൾക്കും 23 ലക്ഷം പേരാണ് ഗാസയുടെ ജനസംഖ്യ. അതിലൊരു 47,000 പേര് കാലയവനിക്കുള്ളിൽ മറഞ്ഞു യുദ്ധം കാരണം കഴിഞ്ഞ 1.25 വർഷത്തിനുള്ളിൽ. വേറൊരു 1 ലക്ഷത്തോളം പേർക്ക് അംഗഭംഗം നേരിട്ടു, പരിക്കിൻ്റെ പിടിയിലാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞ് ആരോഗ്യമുള്ള അല്ലെങ്കിൽ അർദ്ധപ്രാണനായ ഒരു 22 ലക്ഷം പേരെങ്കിലും ഗാസയുടെ മണ്ണിലുണ്ട്. അവരെ പൂർണ്ണമായി ഒഴിപ്പിക്കണം. തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നില്ല കേട്ടോ, ഒഴിപ്പിക്കണമെന്ന് മാത്രം പറയുന്നു. ഒഴിപ്പിച്ച ശേഷം ഡെബ്രി, റബിൾസ് എല്ലാം ഞങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് നീക്കി അതൊന്നാം തരം റിവിയറാക്കി മാറ്റും. അതാണ് ഇപ്പോൾ പലരുടെ നാഗരിക ചോദ്യം, എന്താ ഈ സാധനം? ഈ റിവിയർ എന്ന് പറയുന്നത് എന്താ? ഒരുതരം ഉല്ലാസ നഗരമാണ്, ഒരു റിസോർട്ട് മാതിരിയാണ്. കടൽ തീരം, സുഖവാസ കേന്ദ്രം, കടൽ തീരം, 35 കിലോമീറ്ററോളം നീളമുള്ള ബീച്ചാണ്, 10 കിലോമീറ്റർ വീതി. ആ സ്ട്രിപ്പാണ്. അതുകൊണ്ടാണല്ലോ ഗാസയെ നമ്മളൊരു സ്ട്രിപ്പ് എന്ന് പറയുന്നത്. കൊണ്ടാണല്ലോ ഗാസ സ്ട്രിപ്പിനെ ഒന്നാം തരം സുഖവാസ കേന്ദ്രമായി മാറ്റിയെടുക്കും. അറബികൾക്ക് ചിൽ ഔട്ട് ചെയ്യാനുള്ള ഇടം. അറബികൾക്ക് മാത്രമല്ല, യഹൂദിനും അറബിക്കും അമേരിക്കക്കാരനും എല്ലാം. അതാണ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിയൽറ്റർ തന്നെയാണ്. റിയൽ എസ്റ്റേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്.
റിയൽ എസ്റ്റേറ്റിലൂടെയാണ് അദ്ദേഹം വലിയ വ്യവസായിയായി വളർന്നു വന്നതും ഇത്രയധികം ഒരു ധനവാനായതും ഒരു റിയൽറ്റർ ബിസിനസ്സിലൂടെയാണ്. ഇതും ഒരു റിയൽറ്റർ കണ്ണാണ്. പക്ഷേ ഇവിടെ ചില പ്രത്യേകതകളുണ്ട്. ഇന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ വാക്കുകൾ, മറുവശത്ത് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വാക്കുകൾ, അതൊക്കെ ട്രംപിൻ്റെ ഈ നിലപാടിനെ ശരിവെക്കുന്നതാണ്. കാരണം ഗാസ മുനമ്പിൽ തകർന്നടിഞ്ഞ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ മനുഷ്യവാസം പ്രായോഗികമല്ല എന്ന നിലപാടാണ് അവരും വ്യക്തമാക്കുന്നത്. ഇതിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയില്ല. സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം ഇനിയും അവിടെ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും, ഇനിയും മരണം അവിടെ തിരതല്ലിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മരണഭീതിയില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. ഈ പ്രദേശം അമേരിക്ക ഏറ്റവും നല്ല ലോകത്തിലെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റും. പക്ഷേ അമേരിക്ക അതൊരു സുഖവാസ കേന്ദ്രമാക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ മധ്യേഷ്യയിൽ തങ്ങളുടെ ഒരു സൈനിക താവളം ഉറപ്പിക്കുകയാണോ അമേരിക്കയുടെ ലക്ഷ്യം? സൈനികരെ ഗാസ മുനമ്പിലേക്ക് അയക്കുമെന്ന ഒരു ചരിത്രപ്രധാനമായ ഒരു പ്രഖ്യാപനവും ഇന്ന് ട്രംപ് നടത്തിയിരിക്കുന്നു. അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അമേരിക്കയിൽ നിന്ന് സാധാരണ ഒരു ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ ഇത്തരം പ്രസ്താവനകൾ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിശക്തമായ മറുപടികളും പ്രതികരണങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇക്കുറി ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ശക്തമായ മറുപടികൾ അമേരിക്കയിലില്ല എന്ന് മാത്രമല്ല, അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. യാതൊരുവിധ പ്രതികരണവുമില്ല. ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യം എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഏകപക്ഷീയമായി ഈ പ്രതികരണങ്ങൾ വന്നത് എന്ന് ശ്രദ്ധേയമാണ്. അമേരിക്കൻ ജനതയ്ക്ക് ഇതെന്ത് പറ്റി എന്നുള്ളതാണ് ഒരു ചോദ്യം. വിയറ്റ്നാം യുദ്ധ സമയത്ത്, കൊറിയൻ യുദ്ധ സമയത്ത്, സൂയസ് കനാൽ ക്രൈസിസ് സമയത്ത്, ക്യൂബൻ മിസൈൽ ക്രൈസിസിന് സമയത്ത് ഒക്കെ അമേരിക്കൻ പൊതുജന അഭിപ്രായം പലപ്പോഴും അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ തന്നെ അവരുപയോഗിക്കുന്ന ഹൈ ഹാൻഡഡ്നെസ്സിനെതിരെ തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വിയറ്റ്നാം യുദ്ധത്തിൽ നിന്നും അമേരിക്ക പിൻവാങ്ങിയതിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. ഇപ്പോഴിതാ സമാനമായൊരു സാഹചര്യം വന്നിരിക്കുന്നു. ഏകപക്ഷീയമായി ട്രംപ് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കയുടെ കാര്യങ്ങൾ. ഇവിടെ അമേരിക്കയ്ക്കുള്ളിൽ ജനാധിപത്യ ക്രമമുണ്ട് എന്നത് കറക്റ്റാണ്. പക്ഷേ ഒരു ജനതയുടെ സ്വയം നിർണയ അവകാശം, അത് കനേഡിയൻസിൻ്റെ ആയിക്കൊള്ളട്ടെ, ഗ്രീൻലൻഡിലെ ചെറിയ തുച്ഛമായ 5000-ഓ 6000-ഓ വരുന്ന ചെറിയ ജനസംഖ്യയുടെ ആയിക്കൊള്ളട്ടെ, ഗാസയിലെ 23 ലക്ഷത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, അവരുടെ അവകാശമാണ്. അവരുടെ ഭൂമി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരുടെ അവകാശമാണ്. അതിന്മേൽ മറ്റൊരു രാജ്യത്തിന് കണക്ക് പറയാനാവുമെങ്കിൽ അതിനുള്ള പ്രതിരോധം ഒരുങ്ങുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു ചാരുതയാണ്. പക്ഷേ ആ ചാരുത എവിടെയോ നഷ്ടപ്പെട്ടു പോയോ? ജനം ഒന്നുകിൽ അമ്പരപ്പിലാണ്, അല്ലെങ്കിൽ ഒരു ഭീതിയിലാണ്. ലോകരാജ്യങ്ങളും കാര്യമായ ഇപ്പോൾ ഈ പ്രതികരണം വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 24 മണിക്കൂറോളം ആകുന്നു. അതിനുള്ളിൽ വരേണ്ട പ്രതികരണങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്നും വന്നില്ല. ആകെ പ്രതികരിച്ചത് അഭയാർത്ഥികളെ ചുമക്കണമെന്ന് പറയുന്ന ജോർദാനും ഈജിപ്തും പ്രതികരിച്ചു. ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് തീർത്തു പറഞ്ഞു. അറബ് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായൊരു പ്രതികരണം ഉടനടി പ്രതീക്ഷിച്ചതാണ്. അത് വന്നിട്ടില്ല. ഏത് നിമിഷവും വരാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറുവശത്ത് മറ്റ് ചില പ്രത്യേകതകൾ, ഒന്ന് മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കാലത്ത്, പിന്നീട് അറബ് വസന്തം, ഇത്തരം ആഘോഷങ്ങൾക്ക് അറബ് രാജ്യങ്ങളിൽ വലിയ യുദ്ധകാഹളം മുഴങ്ങിയപ്പോൾ അന്ന് ഒരു പരിധിവരെ ജോർദാൻ പോലെയുള്ള രാജ്യങ്ങൾ പിടിച്ചെന്ന അമേരിക്കയുടെ പിൻബലത്തിലാണ്. ഇപ്പോൾ വീണ്ടും ഈജിപ്തിൽ ഒരു ജനാധിപത്യ സർക്കാർ എന്നൊക്കെ പറയുമെങ്കിലും ഈജിപ്തിൻ്റെയും സ്വഭാവം ഒരു ഏകാധിപത്യ സംവിധാനം തന്നെയാണ്. അപ്പോൾ ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയും ഒക്കെ ഏകാധിപത്യം അതിൻ്റെ നട്ടെല്ലായി നിൽക്കുന്നത് അമേരിക്കയുടെ സൈനിക ശക്തിയാണ്. അപ്പോൾ അമേരിക്ക എപ്പോഴെങ്കിലും കൈ ഒന്ന് പിന്നോട്ട് വലിച്ചാൽ ആ മേഖലയിലൊക്കെ ഭീകരവാദം ശക്തിപ്പെടും. അവിടെ വിപ്ലവത്തിനുള്ള ഒരു സിറിയൻ മോഡൽ വിപ്ലവങ്ങൾ എവിടെ വേണമെങ്കിലും യാഥാർത്ഥ്യമാകും. അപ്പോൾ പിന്നെ ട്രംപ് ഇവരെയൊക്കെ വിരട്ടി ഈ പലസ്തീനികളെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാനുള്ള സാധ്യതകളില്ലേ? അതീവ സങ്കീർണമാണ് ശ്രീ സോയ്മോൻ സ്ഥിതിഗതികൾ. വടക്കൻ ആഫ്രിക്കയിൽ വീശിയടിച്ച മുല്ലപ്പൂ വിപ്ലവം ടുണീഷ്യയിൽ തുടങ്ങി അൾജീരിയയിലൂടെ അത് മൊറോക്കോയിലേക്കെത്തി, അതുപോലെ ഈജിപ്തിലേക്കെത്തി, ലിബിയ മുഴുവൻ കേണൽ ഗദ്ദാഫിയുടെ ഭരണകൂടം താഴെ വീണു. അപ്പോൾ മധ്യപൗരസ്ത്യ പ്രദേശത്തും വടക്കൻ ആഫ്രിക്കയിലും വീശിയടിച്ച ആ ഒരു ജാസ്മിൻ റവല്യൂഷൻ അല്ലെങ്കിൽ അറബി വസന്തം, ആ അറബി വസന്തം കഴിഞ്ഞതിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ വീണ്ടുമുള്ള റീസർഫസിങ്. അല്ല, ഒരു പരിധിവരെ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ സിറിയ പിടിച്ചു നിന്നത് ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായത്തോടെയാണ്, ഹിസ്ബുള്ളയുടെ സഹായത്തോടെയാണ്. ലെബനനിൽ ഇത്തരം വിപ്ലവങ്ങൾ അതിശക്തമാകാതിരുന്നത് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു. ഇപ്പുറത്ത് ഈജിപ്റ്റ് നിലനിന്നതും തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ഒരു സന്ധി ചെയ്തുകൊണ്ടാണ്.
അപ്പോൾ ആ ഇക്വേഷൻസ് ഇപ്പോൾ പൂർണ്ണമായി തകർത്തിരിക്കുന്നു. ഇറാന്റെ പ്രോക്സികളൊക്കെ നിലംപൊത്തിയിരിക്കുന്നു. ഹമാസ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നൊരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അപ്പോൾ അറബ് രാജ്യങ്ങളിലെ വീണ്ടും ആ ഒരു സന്തുലിതാവസ്ഥ തെറ്റാനുള്ള സാഹചര്യമില്ല മുന്നിൽ. അറബി വസന്തമാവില്ല വരുന്നത്. കടുത്ത ആന്റി അമേരിക്കനിസം അറബി ലോകത്തിന്റെ ജനതയിൽ വ്യാപരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു പ്രദേശം ഏറ്റെടുക്കുകയാണ്. ഇന്ന് പലസ്തീൻ്റെ ഭാഗമായ ഗസ, നാളെ ഒരുപക്ഷെ ലെബനൻ എന്ന രാജ്യം തന്നെ ഏറ്റെടുത്ത് കൂടായികയില്ല. അങ്ങനെ ഏത് രാജ്യവും വെള്ളിത്താലത്തിൽ വെച്ച് അമേരിക്കയ്ക്ക് കൈമാറേണ്ട ഗതികേട് വരുമോ എന്ന ഒരു ഭീഷണി, ഒരു 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 ചിന്ത സാമാന്യ ജനത്തിനിടയിലുണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, തീവ്ര റാഡിക്കൽ അറബ് ഇസ്ലാമിക് ഗ്രൂപ്പുകൾ അവിടെ പുതിയതായി റീസർഫസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പഴയ ഗ്രൂപ്പുകൾ പുതിയ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനകൾ ഉൾപ്പെടെ വരാൻ സാധ്യതയുണ്ട്. മറുവശത്ത് അറബി ലോകത്തെ ഭരണകൂടങ്ങൾ അങ്കലാപ്പിലാണ്. പൊതുജന പ്രക്ഷോഭം ആ ഗവൺമെൻറ്റുകൾക്കെതിരെയും അമേരിക്കയ്ക്കെതിരെയും തിരിയുമ്പോൾ അമേരിക്ക സൗഹൃദ രാജ്യങ്ങളായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതുപോലെ സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ സാമാന്യം നല്ല രീതിയിൽ സമ്മർദ്ദം അനുഭവിക്കും. കാരണം അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വിധിക്കപ്പെട്ടവരാണവർ. അവർക്ക് ചൈനയുമായിട്ട് അടുക്കാനാവില്ല, റഷ്യയുമായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാനാവില്ല. ഇപ്പോൾ ഇറാനും സൗദിയും തമ്മിൽ ഒരു കരാറ് ചൈനയുടെ സാന്നിധ്യത്തിൽ ഒപ്പിട്ടത് കൊണ്ട് ഉണ്ടാകുന്ന പുകിലാണ് പലതും. അത് ലാർജർ പിക്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള സാഹസത്തിനൊന്നും സൗദിക്ക് മുതിരാനാവില്ല. അപ്പോൾ അമേരിക്കയുടെ സ്വയമോൻ സൂചിപ്പിച്ചതുപോലെ ഒരു താവളം വരുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഒരു ഉല്ലാസ നൗകകളൊക്കെ വരുന്ന ഒരു മാനസരോവർ, അല്ലെങ്കിൽ ഒരു ഒന്നാന്തരം ഒരു അപ്സരസുകളും ഒക്കെ നീന്തി തുടിക്കുന്ന തടാകങ്ങളും കുളങ്ങളും സമുദ്രങ്ങളും ഒക്കെ വരുന്നത് നല്ലതാണ്. പക്ഷേ അതോടൊപ്പം യുദ്ധക്കപ്പലുകളുടെ താവളവും എയർക്രാഫ്റ്റുകളുടെ, യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലുകളും ഗാസയെ മറ്റൊരു ഭൂമിയായി മാറ്റിയെടുത്താൽ അറബി ലോകത്തിന് എത്ര കാലം കയ്യും കെട്ടി നിൽക്കാനാവും? അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ പോകുന്നത് അറബി ലോകമായിരിക്കില്ല, ഒരുപക്ഷെ അറബി ഇതര ഇസ്ലാമിക ലോകമായ ഇറാൻ ആയിരിക്കും എന്നതും പ്രസ്താവ്യമാണ്. ഇന്നിവിടെ നേരിട്ട് ട്രംപ് ഇറാനെ വെല്ലുവിളിക്കുന്നു. ഖമനേയി ഇപ്പോൾ നയീം കാസിമിനെ ലെബനീസ് പ്രതിനിധിയായി അയച്ചു. അത് വാസ്തവത്തിൽ ഒരു പ്രഖ്യാപനത്തിൽ മാത്രമാണ്, ആളെ നേരിട്ട് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴും. മറുവശത്ത് ട്രംപ് ഇറാനു നേർക്ക് ശക്തമായ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. ഒന്ന്, ഇറാൻ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുക തന്നെ ചെയ്യണം എന്ന നിലപാടിൽ ട്രംപ് തുടരുന്നു. മറുവശത്ത് ഇറാനെതിരെയുള്ള തൻ്റെ നീക്കങ്ങളുടെ പേരിൽ തന്നെ വധിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ തനിക്ക് ശേഷം ഇറാൻ തകർക്കും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇറാനെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള നിർദ്ദേശം താൻ നൽകിക്കഴിഞ്ഞു. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഈ നമ്മുടെ ഗാസ മുനമ്പ് ഒരു പക്ഷേ ഇസ്രായേലിനൊരു സംരക്ഷണ കവചമൊരുക്കുക മാത്രമല്ല, ഇറാന് നേർക്കുള്ള ഒരു പോർമുന തിരിച്ചു വെക്കാനുള്ള ഒരു സ്ഥലം കൂടിയല്ലേ, ഒരു ഹോൾട്ടിംഗ് പോയിന്റ്, ഇറാനെതിരെ ഗൺസ് തിരിച്ചു വെക്കാനുള്ള ഒരു ഒന്നാന്തരം താവളമായി കൂടി ഗാസ ഒരുപക്ഷെ ട്രംപിന്റെ മനസ്സിലുണ്ടാകാം. മറുവശത്ത് വ്യാവസായികമായ ചില താല്പര്യങ്ങളുണ്ട്. ഹൂതികളുടെ ആക്രമണം, റെഡ് സീ, മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള അവരുടെ നിരന്തര കടന്നാക്രമണങ്ങൾ, അതൊക്കെ ചെറുക്കണമെങ്കിൽ ഗാസ മുനമ്പ് പോലെ ഒരു വിശാല പ്രദേശത്ത് ചുവടുറപ്പിച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സൈനിക നേട്ടമാകും. അത് എൻ്റെ മനസ്സിലിരിക്കുന്നത് ഗാസ മുനമ്പ് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരുപക്ഷെ കണ്ണു വയ്ക്കുന്നത് ബാബൽ മന്ദേബിന് ചുറ്റുപാടുമുള്ള ജിബൂട്ടി എന്ന രാജ്യത്തിൻ്റെ ചുറ്റുപാടുകൾ. അത് വളരെ അനുകൂലമാണ്. അതങ്ങനെ ആ മുനമ്പിലേക്ക് തള്ളി നിൽക്കുകയാണ്. ചെങ്കടലിലേക്ക് അറബിക്കടൽ പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ ചെങ്കടലിൻ്റെ പ്രവേശന ദ്വാരം. അതുപോലെ യമൻ്റെ തന്നെ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം, ഇവിടെയെല്ലാം സൗദി അറേബ്യയുടെ ഭൂമിയുടെ പടിഞ്ഞാറൻ ഭാഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, ഇവിടെയെല്ലാം കേന്ദ്രീകരിച്ച് അമേരിക്കൻ സൈനിക സാന്നിധ്യം കൂടുതലായി ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കൻ ചരക്ക് കപ്പലുകൾക്ക് ലോകത്തിൻ്റെ 20% ചരക്ക് വ്യാപാരവും പോകുന്നത് ആ ഒരു കടലിലൂടെയാണ്, ചെങ്കടലിലൂടെയാണ്. അവിടെ നിന്നാണ് മെഡിറ്ററേനിയനിൽ കിടക്കേണ്ടതും ലോക വിപണികൾ കീഴടക്കേണ്ടതും. അത് ട്രംപിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അത് ഇപ്പോൾ സാധ്യമല്ല. കാരണം മറ്റ് പല കാരണങ്ങളാൽ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളാണ്. ഇപ്പോൾ വേക്കൻസി ഉള്ള ഒരു ഇടം, ഒരു രാജ്യമെന്ന് പൂർണ്ണമായി പറയാനാവാത്ത വേക്കൻസി ഉള്ള സ്ലോട്ടാണ് ഇപ്പോൾ ഗാസ. അപ്പം എപ്പോഴും ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ട് ഗാസയുടെ റീകൺസ്ട്രക്ഷനാണ്. തൽക്കാലം ഞങ്ങളൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുകയാണ്, മേശപ്പുറത്തെ മാലിന്യങ്ങൾ തുടച്ചു നീക്കിയിട്ട് അവിടെ വിഭവങ്ങൾ നിരത്താൻ വേണ്ടിയാണ്. പക്ഷേ ഈ മാലിന്യം എന്ന് പറയുന്നവരാണ് അവിടുത്തെ ജനം. ലോകത്തെ തുറന്ന ജയിൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം, ഏറ്റവും വലിയ തുറന്ന ജയിൽ. അവിടുത്തെ വാസികളെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ പണിപാടും. അതുപോലെ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇറാനാണ് അവിടുത്തെ ഏക കണ്ണിലെ കരട്.
അമേരിക്കയുടെ എ ബെല്ലി ഇൻ ദ ഡാഗർ ഓഫ് അമേരിക്കൻ സ്കീം ഓഫ് തിങ്സ് എന്നാണ് ഇറാനെ കുറിച്ച് പറയുക. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ ആണവ പോർമുനകൾ 80% സജ്ജമായി കഴിഞ്ഞു. യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ 80% കേപ്പബിലിറ്റി ഇറാനുണ്ട് സാങ്കേതികമായി. മറ്റൊരു 20% കൂടെ ലഭിക്കുകയാണെങ്കിൽ ബോംബുകൾ ഉണ്ടാകും, പോർമുനകൾ ഉണ്ടാകും. ഡെലിവറി മെക്കാനിസം ഇപ്പോൾ തന്നെ ഉണ്ട് മിസൈലുകളുടെ രൂപത്തിൽ. പിന്നെ ഇറാനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഇറാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ഡിറ്ററൻറ്റ്, ന്യൂക്ലിയർ ഡിറ്ററൻറ്റ്, അവർക്കെതിരെയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനും വേണ്ടി വന്നാൽ ആക്രമിക്കാനും ആണവ പോർമുനകൾ, അത് നടക്കില്ല എന്ന് ട്രംപ് കട്ടായം പറഞ്ഞു. നടപ്പാക്കാതിരിക്കണമെങ്കിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം അവിടെ കൂടണം. അതുകൊണ്ട് ഉദ്ദേശം ഇപ്പോൾ പറയുന്നില്ല എങ്കിലും സുഖവാസ കേന്ദ്രം റിവിയറ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നതെങ്കിലും ആത്യന്തികമായി ഇറാനെ ചെക്ക്മേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഡയറക്റ്റ് അമേരിക്കൻ താവളം അവിടെ വേണം. ഇവിടെ പലയിടത്തുമുണ്ട്. ഖത്തറിൽ, പിന്നെ ഇവിടെ UAE-യിലുണ്ട്, ഈജിപ്ത്, പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് അമേരിക്കൻ താവളങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം പുറമെ സിറിയയിൽ പോലും താവളങ്ങളുണ്ട്, സൗദിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പുറമെ ഈ മെഡിറ്ററേനിയൻ കടലിൽ ഒരു താവളം അതായിരിക്കണം. പക്ഷെ ട്രംപ് ഇപ്പോൾ വിശദീകരിക്കുന്നതിൽ കുറച്ച് യുക്തിഭദ്രതയുണ്ട്. ഒരു വശത്ത് ട്രംപ് പറയുന്നത് തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ ഇത് പലസ്തീൻ നിവാസികളെ കൊണ്ട് പുനർനിർമ്മിക്കാൻ സാധിക്കില്ല, ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് വർഷങ്ങളെടുക്കും. മറുവശത്ത് ഇപ്പോഴും പൊട്ടാത്ത ധാരാളം ബോംബുകൾ ആ മണ്ണിൽ ചെതറിക്കിടക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒട്ടും സുരക്ഷിതമല്ല ആ പ്രദേശം. ഇസ്രയേലിനോട് ഗസയെ ഇനി ആക്രമിക്കരുത് എന്ന് നിർദ്ദേശം നൽകാൻ കഴിയില്ല, കാരണം അവരുടെ സുരക്ഷാ ഭീഷണിയുണ്ട്. എപ്പോഴും ഒരു നിലയ്ക്കാത്ത മരണത്തിൻ്റെ ഭീതി അലയടിക്കുന്ന ഒരു തുരുത്താണ് ഈ ഗാസ മുനമ്പ്. എന്തിനാണ് നിങ്ങളിങ്ങനെ മരണത്തിൻ്റെ ഭീതി വിളയുന്ന ഒരു നാട്ടിലിങ്ങനെ ജീവിക്കുന്നത്? അതും ഭയത്തോടെ. ഓരോ ദിവസവും നിങ്ങൾ എപ്പോഴും മരിക്കും എന്ന ഭയത്തോടെയാണ് നേരം പുലരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായി മറ്റൊരു നല്ല സ്ഥലത്തേക്ക് മാറിപ്പാർത്തുകൂടെ? ഇതാണ് ട്രംപിൻ്റെ ചോദ്യം. അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളോട് ഞാൻ സംസാരിച്ചു, അവരൊക്കെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാനും തയ്യാറാണ്. അപ്പോൾ വലിയ തോതിൽ സാമ്പത്തിക സഹായം ജോർദാനും ഈജിപ്തിനുമൊക്കെ വാഗ്ദാനം ചെയ്ത് പുതിയ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് അങ്ങോട്ടേക്ക് പലസ്തീൻ ജനതയെ മാറ്റുന്നു. 1948 ഇസ്രായേൽ പിറക്കുമ്പോൾ അവർക്ക് 56% ഭൂമിയായിരുന്നു അനുവദിക്കപ്പെട്ടതെങ്കിൽ പിന്നീട് യുദ്ധങ്ങളിലൂടെ അവർ നേടിയെടുത്തത് ഏകദേശം 20% അധിക ഭൂമിയാണ്. വീണ്ടും അനധികൃതമായി എന്ന പേരിൽ അവർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഭൂമി. പക്ഷേ ട്രംപ് ഇക്കുറി ഇസ്രായേലിനോട് പറയുന്നു ഇതൊരു ജൂത കുടിയേറ്റ മേഖലയായി താൻ അംഗീകരിക്കില്ല, അനുവദിക്കില്ല. ഇസ്രായേലിൻ്റെ സൈന്യവും അവിടെ വേണ്ട, അവിടെ അമേരിക്കൻ സൈന്യം നോക്കും. ഞങ്ങളുടെ ഒരു നിയന്ത്രണത്തിൽ ലോകത്തിലെ എല്ലാ ജനതയ്ക്കും വന്നു ചേരാവുന്ന ഒരു ഏറ്റവും സുന്ദരമായ പർദീസ. ഈ കേൾക്കാൻ രസമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെയൊക്കെ ആണെങ്കിൽ വളരെ നല്ല. പക്ഷേ എത്ര ചെളിക്കുണ്ടാണെങ്കിലും സ്വന്തം ഭവനം, അല്ലേ? നമ്മൾ പറയുമല്ലോ, കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. അപ്പം തൻ്റെ സ്വന്തം ഭവനം എത്ര പരിമിതിയിലും ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതാണ്. അവരെ ഏത് പർദീസയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചാലും സ്വന്തം ഭവനത്തിൽ ഉറങ്ങാൻ പറ്റുന്ന ഒരു ശാന്തത ഒരിക്കലും ഉണ്ടാവില്ല. അത് ഗാസ ജനതയുടെ ഒരു പെർസെപ്ഷനാണ്. പക്ഷെ അതേസമയം മറുപക്ഷത്ത് എവിടെയെല്ലാം പലസ്തീൻ ജനത പ്രവാസത്തിൽ അല്ലെങ്കിൽ അധിവസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം തന്നെ വലിയ ബാധ്യതകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് ഹോസ്റ്റ് രാജ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. അത് ഈജിപ്തും സാക്ഷ്യപ്പെടുത്തും, ഈ ജോർദാനും സാക്ഷ്യപ്പെടുത്തും. അതുകൊണ്ട് കൂടുതൽ കുരിന്മേൽ കുരുവായി കൂടുതൽ പേരെ അഭയാർത്ഥികളായി തങ്ങൾ വഹിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ രഹസ്യമായിട്ടെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നെ അച്ചായൻ അങ്ങോട്ടങ്ങ് കൊണ്ടുപോകരുത്, ഇഷ്ടം പോലെ ഭൂമി ഉണ്ടല്ലോ, അവിടെ കാലിഫോർണിയയിലോ എവിടെയെങ്കിലും ഒഹായോയിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് താമസിപ്പിച്ചാലും പോരെ എന്ന് വരെ രഹസ്യമായിട്ട് അറബി ലോകത്ത് സംസാരമുണ്ടാകും. അതുകൊണ്ട് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ വീണ്ടും പ്രസക്തമാകുന്ന ചോദ്യം, ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ ഇപ്പോൾ ആരെങ്കിലാടി തീർക്കുകയാണോ യുദ്ധത്തിന് മുൻപ് തന്നെ? അതായത് ഈ ഒക്ടോബർ 7, 2023 ശേഷം ട്രംപ് ഭാവിയിൽ അധികാരത്തിൽ വരാൻ സാധ്യത ട്രംപിനും നെതന്യാഹുവിനും ഒരുപക്ഷെ ഒരു സൂചനയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ രഹസ്യമായി ട്രംപും നെതന്യാഹുവും തമ്മിൽ ഒരു ധാരണയിൽ എത്തിക്കാണണം. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള കാലത്ത് സാധ്യതാപരമായി ഏതെങ്കിലും കാരണവശാൽ ട്രംപ് അധികാരത്തിൽ ഏൽക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു ശാശ്വതമായ ഇസ്രയേലിൻ്റെ ശാശ്വതമായ സമാധാനം നൽകാൻ ഇപ്പോൾ വെടിനിർത്തൽക്കാരാണ് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക. എന്നിട്ട് അമേരിക്ക വലിയേട്ടൻ
കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളും എന്ന ഒരു ഉറപ്പാണോ, അതിൻ്റെ സ്ഥിരീകരണമാണോ ഇപ്പോൾ വരുന്നത്? പക്ഷേ ഇവിടെ കാതലായ നിലപാട് മാറ്റം. കഴിഞ്ഞ ടൈമിൽ അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് ഇരുന്നപ്പോൾ അന്ന് ദ്വിരാഷ്ട്ര ഫോർമുലയാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അന്ന് എബ്രഹാം ഉടമ്പടി സൗദി അറേബ്യയുമായി ചർച്ച ചെയ്ത് ആ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുമ്പോൾ സൗദി അറേബ്യ മുന്നോട്ട് വെച്ച നിർദ്ദേശവും ഒരു ദ്വിരാഷ്ട്ര സങ്കല്പമായിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ഇപ്പോൾ കാലഘട്ടം മാറി. അത് ആ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടായിരുന്നു. ദ്വിരാഷ്ട്ര സങ്കല്പം ഇനിയില്ല. സൗദി അറേബ്യയും ആ ആശയത്തിൽ നിന്ന് പിന്മാറിയെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. സൗദി മറുപടി പറയുന്നില്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്ന അറബ് രാജ്യങ്ങളിൽ ഒന്നായ സൗദി അറേബ്യ ഇവിടെ നിശബ്ദത പാലിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ അറബ് രാജ്യങ്ങളുടെ ഒരു നിശബ്ദമായ മൗനാനുവാദം ട്രംപിന് കിട്ടി എന്ന് വേണ്ട നമുക്ക് കണക്ക് കൂട്ടാൻ. പണ്ട് EMS സംഭവിച്ചപ്പോഴാണെന്ന് തോന്നുന്നു പ്രസക്തമായ ഒരു കൊട്ടേഷൻ, ഒരു വാക്യം പറഞ്ഞു, അഭിപ്രായം ഇരുമ്പുലക്കയല്ല, അത് മാറാനുള്ളതാണ്. ഈ 4 വർഷം കഴിഞ്ഞ് ട്രംപ് തിരിഞ്ഞു നോക്കുമ്പോൾ ദിസ് ഈസ് ട്രംപ് 2.0, ട്രംപ് റീലോഡഡ്. ലോകരാഷ്ട്രീയം മാറിക്കഴിഞ്ഞു. പല പരീക്ഷണങ്ങളും ഇതിനുള്ളിൽ നടന്നു. ഇസ്രയേലിനോട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു ഒരു കാരണവശാലും ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കരുത് എന്ന്. അത് പുനഃപരിശോധിക്കാനുള്ള സമയമായി. ട്രംപ് തന്നെ പറഞ്ഞ നയങ്ങൾ പുനഃപരിശോധിക്കാൻ അബ്രഹാമിൻ്റെ പേരിൽ, ആദിപിതാവായ അബ്രഹാമിൻ്റെ പേരിൽ ഒന്നൊന്നായി അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി കരാർ ഒപ്പിടാനുള്ള ഒരു വക്കിൽ നിൽക്കുമ്പോഴാണ് ഒക്ടോബർ 7 ആക്രമണം ഉണ്ടാകുന്നത്. സൗദിയുമായുള്ള കരാർ ഒരു ഏതാണ്ട് പൂർണ്ണഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ്. ഇനി ഒരുപക്ഷെ അത് നടക്കില്ല എന്ന് പ്രായോഗിക ബുദ്ധിയുള്ള ആരും സംശയിക്കും. അല്ലെങ്കിൽ ഉടനടി നടക്കില്ല എങ്കിൽ പിന്നെ ട്രാക്ക് മാറ്റി പിടിക്കുക. ഗാസ പൂർണ്ണമായി ഈ വിത്തിൻ കൊട്ടേഷൻ അണുവിമുക്തമാക്കി എടുക്കുക. അപ്പം അങ്ങനെ അണുവിമുക്തമാക്കി എടുക്കുന്ന, ഹമാസ് വിമുക്തമാക്കി എടുക്കുന്ന, ഭീകരവിമുക്തമാക്കി എടുക്കുകയും അങ്ങനെ ഗാസയുടെ മണ്ണ് മുഴുവൻ അരിപ്പ വെച്ച് അരിച്ചെടുക്കുക. ഏതെങ്കിലും മെറ്റൽ ഒബ്ജക്ട്സ് ഉണ്ടോ, കുഴിബോംബുകളുണ്ടോ, പിന്നെ എന്തെങ്കിലും ഗ്രനേഡുകൾ ഒളിച്ചു കിടപ്പുണ്ടോ, തുരങ്കങ്ങൾക്ക് എത്ര ആഴമുണ്ട്, അതൊക്കെ ഒന്ന് ഇട്ടിച്ച് നിരത്തണ്ടേ, ഏതെങ്കിലും തുരങ്കം കണ്ണിൽ പെടാതെ കിടപ്പുണ്ടോ. അപ്പോൾ ഗാസയുടെ മണ്ണ് മുഴുവൻ കുത്തി ഇളക്കി റബിൾസ് എല്ലാം ഇട്ടിച്ച് നിരത്തി അമേരിക്കയുടെ ടെക്നോളജിക്ക് ഇതൊക്കെ സാധിക്കും. അല്ല എങ്കിൽ നിങ്ങൾ ശ്രമിച്ചാൽ, അതാ പറയുന്നത് 350 വർഷം എടുക്കും നിങ്ങൾ ശ്രമിച്ചാൽ, അതുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കാമെന്നാണ് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഇസ്രയേലിൻ്റെ വെള്ളിത്താനത്തിൽ വെച്ച് കൊടുക്കാൻ നേർച്ചയൊന്നുമില്ല അമേരിക്കയ്ക്ക്. ഇത് അമേരിക്കൻ കോൺക്ലേവായി മാറ്റിയെടുക്കുകയും പേരിന് ഒരു മാതൃകാ നഗരമെന്ന നിലയിൽ കുറേ അറബികളെ, അല്ലെങ്കിൽ പലസ്തീനിയൻസിനെ തന്നെ, ഈ നിരായുധരാക്കിയ പലസ്തീനിയൻസിനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും, അല്ലെങ്കിൽ ഇസ്രയേലിനോട് സന്ധി ചെയ്ത്, അമേരിക്കയോട് സന്ധി ചെയ്ത് മുന്നോട്ട് പോകാൻ എഗ്രി ചെയ്യുന്ന ആളുകളെ മാപ്പെഴുതി വാങ്ങിച്ചുകൊണ്ട് ജോർദാനിൽ നിന്നും ഈജിപ്തിൽ നിന്നും തിരികെ കൊണ്ടുവന്ന് അധിവസിപ്പിച്ച് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നല്ല ഹോസ്പിറ്റബിൾ ഒരാളുകളായി മാറ്റിയെടുക്കാൻ ജപ്പാനെയൊക്കെ മാറ്റിയെടുത്തല്ലോ. ഏതാ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ജപ്പാന്റെ സ്വഭാവം തന്നെ, അടിസ്ഥാന സ്വഭാവം തന്നെ മാറ്റിയെടുത്തതുപോലെ ഗാസയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റിയെടുക്കാനുള്ള തീരുമാനത്തിലാണോ എന്ന് പോലും സംശയിച്ചു പോകുന്നു. ഇവിടെ ചില ക്രോണോളജി. ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് നെതന്യാഹു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് വിശാല ഇസ്രായേൽ, ദൈവം വാഗ്ദാനം ചെയ്ത ഒരു വിശാല ഇസ്രായേലിൻ്റെ ഒരു ഭൂപടമായിരുന്നു. അതിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ ട്രംപിൻ്റെ പ്രസ്താവന, ഗോലാൻ കുന്നുകൾ ഇസ്രായേലിൻ്റേതാണ്, അത് അവർ കൈവശം വയ്ക്കണം, ജെറുസലേം അവരുടെ ക്യാപിറ്റലാണ്, ജെറുസലേം നിയന്ത്രണങ്ങൾ ഒരു കാരണവശാലും ഇസ്രായേൽ വിട്ടുകൊടുക്കേണ്ടതില്ല, വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ്, അവിടെ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ആ പ്രദേശം തുടരണം. പിന്നീട് നെതന്യാഹു അമേരിക്കയിലെത്തുന്നതിന് 1 ദിവസം മുൻപ് ട്രംപിൻ്റെ ഏറ്റവും ചരിത്രപരമായ ഒരു പ്രഖ്യാപനം, ഇസ്രായേലിന് അവരുടെ ഭൂവിസ്തൃതി കൂട്ടേണ്ടിയിരിക്കുന്നു, ഇസ്രായേലിന് അതിനുള്ള ഘട്ടമെത്തി എന്ന് പറയുന്നു. പിന്നീട് നെതന്യാഹുവുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് പുറത്തേക്ക് വന്ന് പ്രഖ്യാപിക്കുന്നു, ഗസ ഞങ്ങൾ ഏറ്റെടുക്കുന്നുവെന്ന്. അപ്പോൾ ഇതെല്ലാം ഒരു ആസൂത്രിത നീക്കം എന്ന് വേണ്ട നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ. ഏതാണ്ട് കൃത്യം 1 മാസം മുൻപാണ് ഒരു നിർദോഷമെന്ന് തോന്നുന്ന ഒരു ചിത്രം നെതന്യാഹു സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ്, ഇസ്രായേലി പ്രധാനമന്ത്രി പങ്കുവയ്ക്കുകയാണ്. അതാണ് തെക്ക് പടിഞ്ഞാറ് നദി മുതൽ, അതായത് ഈജിപ്തിലെ നൈൽ നദീതടം മുതൽ അങ്ങ് വടക്ക് കിഴക്കായി ഇറാഖിലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി വരെയുള്ള ആ ഒരു പ്രദേശം, അതാണ് വിശാല ഇസ്രായേൽ. അബ്രഹാമിന് ദൈവം വാഗ്ദാനമായി കൊടുത്തു എന്ന് ചിലരെങ്കിലും, എല്ലാവരും കരുതുന്നില്ല, അത്രയും ഭാഗം കൊടുത്തു എന്ന് കരുതുന്നില്ല, ഒരു ചെറിയ ഭാഗം കൊടുത്തു എന്ന് എല്ലാ വിശ്വാസികളും കരുതുന്നു, പക്ഷേ ഇത്രയും കൊടുത്തു എന്ന് കരുതുന്നില്ല. അതൊരു ഭാവനയാണ് വിശാല ഇസ്രായേൽ.
ആ വിശാല ഇസ്രയേൽ ഒരു മോഹമായി ഇസ്രയേലിൻ്റെ മനസ്സിൽ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഏതെല്ലാം രാജ്യങ്ങൾ വരും? സൗദി അറേബ്യയുടെ നല്ലൊരു ഭാഗം വരും, വടക്കൻ സൗദി അറേബ്യ. ഈജിപ്തിൻ്റെ നല്ലൊരു ഭാഗം, ഏഷ്യാറ്റിക് ഭാഗം ഏതാണ്ട് പൂർണ്ണമായും വരും. വടക്കൻ ഈജിപ്തും ഏഷ്യാറ്റിക് ഭാഗങ്ങൾ വരും. അതായത് പിന്നെ നെജീബ് ഡെസേർട്ട് ഉണ്ടാകും, ഇസ്രായേലിൽ തന്നെയുണ്ട്. അതുപോലെ മറ്റൊരു സൈനായ് മരുഭൂമി ഏതാണ്ട് പൂർണ്ണമായും വരും. സിറിയയുടെ ഭൂപ്രദേശം 100% വരും. അതുപോലെ ലെബനൻ എന്ന രാജ്യം പൂർണ്ണമായും വരും. ജോർദാൻ എന്ന രാജ്യം പൂർണ്ണമായും വരും. അതിനും കിഴക്കോട്ട് പോയി ഇറാഖിൻ്റെ ഒരു പകുതിയോളം ഭാഗം, ഇത്രയും ഭാഗമടങ്ങുന്ന വിശാല ഇസ്രായേൽ. ഈ സങ്കല്പത്തിന് ഒരു പടി ഒറ്റ സ്റ്റെപ്പ് അങ്ങോട്ട് മുന്നോട്ട് വെച്ചു. ഗോലാൻ കുന്നുകൾ, ഇസ്രായേല് കൈവശം വെച്ചിരുന്ന 1/3 ഗോലാൻ കുന്നുകൾ ഇപ്പം 3/3 അതായത് പൂർണ്ണമായി സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ തണലിൽ അല്ലെങ്കിൽ ആ ഒരു മറവിൽ അത് പിടിച്ചെടുത്തു. എന്നിട്ട് ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത്രയുമായി. ഇനിയും അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിന് തരക്കേടില്ല, തെറ്റില്ല എന്ന മട്ടിലാണ് ട്രംപിൻ്റെ സംസാരം. ഇസ്രായേൽ അതിനുള്ള അവകാശമുണ്ട്. അത് മാത്രമല്ല, ജെറുസലേം കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി ലോകരാജ്യങ്ങളൊന്നും തന്നെ ജെറുസലേമിനെ അംഗീകരിച്ചില്ല. അതൊരു ന്യൂട്രൽ പ്രദേശമായും തർക്കഭൂമിയായും ഒക്കെ കരുതുന്ന വൈകാരികമായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദനും ഒരുപോലെ പ്രിയപ്പെട്ട നഗരമായ ജെറുസലേമിനെ, യെരുശലേം നഗരത്തെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിക്കാൻ, ടെലവീവല്ല ജെറുസലേമിനെ തലസ്ഥാനമായി അംഗീകരിക്കാൻ ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡൻസിയിൽ തീരുമാനിച്ചു. അത് ഇനിയും കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി ഇസ്രായേൽ അതിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുക. അമേരിക്കയ്ക്ക് റൈറ്റ് ഉണ്ടെന്ന് അമേരിക്ക പറയുന്നു. ഇതാ ഗ്രീൻലാൻഡ് എടുക്കാൻ റൈറ്റ് ഉണ്ടെങ്കിൽ ഇസ്രായേലിന് വളരെ ദൂരെ കിടക്കുന്ന ഗ്രീൻലാൻഡ് എടുക്കാൻ അമേരിക്കയ്ക്ക് റൈറ്റ് ഉണ്ടെങ്കിൽ, ഗാസ ഉൾപ്പെടെ എടുക്കാൻ റൈറ്റ് ഉണ്ടെങ്കിൽ ഇസ്രായേൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ എടുക്കാൻ തീർച്ചയായും റൈറ്റ് ഉണ്ടാകുമല്ലോ. അതാണ് ട്രംപിൻ്റെ ലോജിക്ക്. ഒരു പുതിയ ലോകക്രമത്തിലേക്കാണ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഒരു സമയത്ത് ഗാസ മുൻപിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ പേരിൽ അമേരിക്കയ്ക്ക് ആയുധ ഉപരോധം വരെ ഏർപ്പെടുത്തുന്ന ഘട്ടത്തിലെത്തിയിരുന്നു ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ സമയത്ത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനപ്പുറം ഫ്രാൻസ് ശക്തമായ ചില ഉപരോധങ്ങൾ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന് മേൽ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ നാറ്റോ രാജ്യങ്ങളോ ആരും പ്രതികരിക്കുന്നില്ല. ട്രംപ് ഏകപക്ഷീയമായി പറഞ്ഞു കഴിഞ്ഞു ഗാസ ഇങ്ങെടുക്കുമെന്ന്. ഒപ്പം നെതന്യാഹുവും. കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നന്ദി, നമസ്കാരം.